നമ്മുടെ വണ്ടിക്കകത്ത് എയർ ഫ്യൂൽ മിക്സിംഗ് എന്ന റേഷ്യോ ഉണ്ട്, അത് കറക്റ്റ് ആക്യുറേറ്റ് ആയിരിക്കും. അപ്പൊ ഇത് തുറക്കും തോറും എയറിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് കയറും, എയർ ഫ്ലോ കൂടും. അപ്പം ക്ലച്ചിന്റെ പ്രശ്നമാണെങ്കിൽ ക്ലച്ച് മാറും, ഹെഡ് പണിയും, ഇങ്ങനെ ഒരു പ്രശ്നങ്ങളായിട്ടായിരിക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കുറച്ച് കമന്റ്സിനുള്ള റെസ്പോൺസ് ആണ്. അതായത് എല്ലാവരും ചോദിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും ബൈക്കിന് പവർ ഡ്രോപ്പ് സംഭവിക്കുന്നു, എന്താണ് ഇതിന് റീസൺ, പ്രത്യേകിച്ച് R15-ന്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്താണ് റീസൺ, ഇതിൻ്റെ ഒരു കോർ പ്രശ്നം എന്താണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പം നമ്മുടെ വിഷ്ണു ഉണ്ട്, അപ്പോൾ നമുക്ക് വിഷ്ണുവിൻ്റെ അടുത്ത് നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ വിഷ്ണു, ഇതുപോലെയാണ് ആൾക്കാരെല്ലാവരും ചോദിക്കുന്നത്, എല്ലാവരുടെയും ബൈക്കിന് ഇങ്ങനെ പവർ ഡ്രോപ്പ് സംഭവിക്കുകയാണ് പെട്ടെന്ന്. അതും മിക്ക വണ്ടികളും ഒരു 8,000, 11,000, 12,000 ആ ഒരു കിലോമീറ്റർ റേഞ്ചിലെ വണ്ടികളാണ് കൂടുതൽ പറഞ്ഞ് ഞാൻ കേട്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ റീസൺസ്? ഈ വണ്ടി എടുക്കാൻ നേരത്ത് ഒരു ഫ്രഷറായിട്ടുള്ള ഒരാൾ വണ്ടി എടുക്കുന്നത് അവരുടെ ക്ലച്ച് യൂസേജ് എന്ന് പറയുന്നത് നമ്മൾ നോർമലാണ് കാര്യത്തില്ല. അവരെപ്പോഴും ക്ലച്ച് താങ്ങിയൊക്കെ എടുക്കും. അപ്പം ക്ലച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് യൂഷ്വലി എല്ലാവർക്കും അറിയാവുന്ന 2 രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. നമുക്ക് ക്ലച്ച് കവർ അടക്കിയതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ക്ലച്ച് യോക്കിന്റെ അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, താഴെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. താഴെ തന്നെ മൊത്തത്തിൽ 2 അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത്. ഒരു ഇന്നേറ്റർ സൈഡ്, എക്സ്റ്റേണൽ സൈഡ്, പിന്നെ ക്ലച്ച് ലിവറിന്റെ യോക്കിന്റെ ഒരു സൈഡ് വരുന്നുണ്ട്. നമ്മൾ അന്ന് മറ്റേ വീഡിയോ ചെയ്തതാണ്. അപ്പം ഇതിന് 3-നും കറക്റ്റ് ഒരു അളവുണ്ട്. അളവ് മെഷർ ചെയ്തിട്ടാൽ മാത്രമേ ക്ലച്ചിന്റെ സ്വാഗ് എപ്പോഴും കറക്റ്റ് ആവുള്ളൂ. എങ്കിലേ നമുക്ക് വണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പുതിയ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് ക്ലച്ച് ഒരു ചാട്ടം കാണും. ഒരു 10,000 ആകുമ്പോഴത്തേക്ക് അത് കുറയും. അത് ക്ലച്ചിന്റെ ചെറിയ രീതിക്കുള്ള തേയ്മാനം കൊണ്ടാണ്. ചില വണ്ടികളിൽ ക്ലച്ച് നല്ല ഹാർഡായിട്ടിരിക്കും, എസ്പെഷ്യലി R15 ഒരു പുതിയ എടുത്ത ഫീൽഡിലോട്ട് വരില്ല. അപ്പൊ അത് അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റ് ആവുന്നതാണ്. അത് അഡ്ജസ്റ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ആ സ്വാഗിലോട്ട് തിരിച്ച് കറക്റ്റ് കൊണ്ടുവരാൻ പറ്റൂ. യൂഷ്വലി അങ്ങനെയായിട്ട് ഓടിയെന്ന് പറഞ്ഞ് പവറിൽ വലിയ ലാഭം വരില്ല, കാരണം ചെറിയ രീതിക്ക് ഒരു 2% ഒക്കെ വ്യത്യാസം മാത്രമേ വരൂ. പിന്നീട് കാർബൺ ഡെപ്പോസിറ്റ്, അത് ഹെഡിലോട്ടുള്ള കാർബൺ ഡെപ്പോസിറ്റ് കൂടണ്ട. ഒരു 10,000 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ കാർബൺ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ടർ ഇതിന്റെ അകത്തോട്ട് വരുന്ന മാനിഫോൾഡിലോട്ടൊക്കെ വരുന്ന കാർബൺ ഡെപ്പോസിറ്റ് ആണ്. എക്സാമ്പിൾ എങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 ഓടിയ വണ്ടിയിൽ ഭീകരമായിട്ട് ഡെപ്പോസിറ്റ് വരില്ല, സ്റ്റിൽ ഒരു ആവറേജ് വരും. മെയിൻ ആയിട്ട് പിന്നെ യമഹയുടെ വണ്ടിയിലെല്ലാം ത്രോട്ടിൽ ബോഡിയിൽ ഒരു എയർ സ്ക്രൂ കണക്ക് ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂ വരുന്നുണ്ട്. ഫാക്ടറിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓൾറെഡി അവർ കറക്റ്റ് അലൈൻ ചെയ്താണ് വിടുന്നത്. അപ്പം നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു എളുപ്പത്തിന് വേണ്ടി ഇളക്കിയിട്ട് ക്ലീൻ ചെയ്തെന്ന് വെക്കും. അങ്ങനെ ഇളക്കാൻ പാടില്ല. മാക്സിമം ത്രോട്ട് ബോഡി ക്ലീനർ ഇട്ട് തന്നെ ത്രോട്ട് ബോഡി കാര്യങ്ങൾ ക്ലീൻ ചെയ്യുക, പെട്രോളിന് അവോയ്ഡ് ചെയ്യുക. ക്ലീൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല, നമുക്ക് പെട്രോൾ ഇതിന്റെ ഉള്ളിലോട്ട് ചെന്ന് മാക്സിമം കാർബണെ കൊണ്ട് വെളിയിൽ വരത്തില്ല. ഒരു ഡൗട്ട്, ഇപ്പൊ നമ്മളിപ്പോ ഷോറൂമിലാണ് സർവീസ് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പൊ അവിടെ നിൽക്കുന്ന പയ്യൻ ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലെന്ന് വിചാരിച്ചു, ഒരു ട്രെയിൻ ആണെന്ന് വിചാരിച്ചു. അവൻ നമ്മുടെ എയർ സ്കൂളിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് അറിയാ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി യൂഷ്വലി അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അത് ചെയ്യുന്ന ആളുടെ റൊട്ടേഷൻ ബേസ് ചെയ്തിരിക്കും. ഇപ്പം എന്താ പറയാ, ഇപ്പം BS4 വണ്ടിക്ക് തന്നെ റൊട്ടേഷൻ വ്യത്യാസമുണ്ട്, BS6 വണ്ടിക്ക് റൊട്ടേഷൻ വ്യത്യാസമുണ്ട്. അത് BS1 കാറ്റഗറി മാറാൻ വ്യത്യാസം വരും. കാരണം നമ്മുടെ വണ്ടിക്കകത്ത് എയർ ഫ്യൂൽ മിക്സിംഗ് എന്ന റേഷ്യോ ഉണ്ട്, അത് കറക്റ്റ് ആക്യുറേറ്റ് ആയിരിക്കും. അപ്പൊ ഇത് തുറക്കും തോറും എയറിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് കയറും, എയർ ഫ്ലോ കൂടും. അപ്പം ഈ BS4 വണ്ടി R15 അപേക്ഷയാണെങ്കിൽ BS6ന്റെ ഓട്ടോ സെൻസറിന് കുറച്ചും കൂടെ അഡ്വാൻസ് ആണ്. BS4 വണ്ടിക്കകത്ത് ഓട്ടോ സെൻസറിൽ ഒറ്റ വയറേ വരുന്നുള്ളൂ. ആ സെൻസർ അത് ഹീറ്റ് ആയാൽ മാത്രമേ അതിന്റെ വാല്യൂം കാര്യങ്ങളൊക്കെ കറക്റ്റ് വരും. BS6ന് അങ്ങനെയല്ല. നമ്മൾ ജസ്റ്റ് കീ ഓണാക്കി വണ്ടി കീ ഓണാക്കാൻ തന്നെ അതിനൊരു കോയിലുണ്ട്, അതുവഴി ഹീറ്റ് ആയി അത് തന്നെ ഓട്ടോമാറ്റിക്കായി ഹീറ്റ് ആയിക്കോളും. ഹീറ്റ് ആയിട്ട് അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ഒക്കെ മാറും. അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അപ്പം കത്തിപ്പോകുന്ന ഫ്യൂവലിന്റെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ഫ്യൂവൽ ഇൻടേക്ക് വഴി വരുന്നത്. അപ്പം ആ എയറിന് തക്കതായിട്ടുള്ള ഫ്യൂവലും കാര്യങ്ങളും കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ ടോപ്പ് എൻഡിലൊക്കെ ചെറിയ വ്യത്യാസം വരും. ചില വണ്ടികളിൽ നല്ല വ്യത്യാസം വരും. ക്ലച്ചിന്റെ പ്രശ്നമാണെങ്കിൽ ക്ലച്ച് മാറും, ഹെഡ് പണിയും, ഇങ്ങനെ ഒരു പ്രശ്നങ്ങളായിട്ടായിരിക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നീട് വാൽവ് ക്ലിയറൻസ്, BS6 വണ്ടിക്കകത്ത് വാൽവ് ഓവർടേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ വലിയ സൗണ്ട് വരില്ല. BS4 വണ്ടിക്കകത്ത് ആക്യുറേറ്റ് ക്ലിയറൻസ് ഇട്ടില്ലെങ്കിൽ ഹീറ്റ് ആവാൻ സൗണ്ട് വരും. കോൾഡ് സ്റ്റാർട്ടിങ് കുഴപ്പം കാണില്ല, ഹീറ്റ് ആവുന്ന നേരത്തെ കുഴപ്പം കാണും. വാൽവ് ക്ലിയറൻസ് കറക്റ്റ് ഇട്ടില്ലെങ്കിൽ വണ്ടിക്ക് ചെറിയ രീതിക്കുള്ള മൈന്യൂട്ടായിട്ടുള്ള പവർ ഡ്രോപ്പ് വരും, ലോ RPM ചെറിയൊരു മിസ്സിങ് വരും. പിന്നീട് എന്താ പറയാ, പിന്നെ VVയുടെയും അല്ലെങ്കിൽ ക്യാം ഷാഫ്റ്റ് അല്ലെങ്കിൽ റോക്കർ ആണെങ്കിൽ ഇതിന്റെയൊക്കെ തേഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. മിനിമം ക്ലിയറൻസ് ഇല്ലെങ്കിൽ ഫ്രിക്ഷൻ കൂടി തേയ്മാനം വരും. അപ്പൊ അതിന്റെ ലൈഫ് ഇപ്പം 1,00,000 കിലോമീറ്റർ കിടക്കുന്ന സാധനം 30,000 ആകുമ്പോൾ പോകും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ എയർ ഫിൽറ്റർ, പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് എയർ ഫിൽറ്ററിലോട്ട് പോകും. ഇത് ഇപ്പൊ നിലവിൽ ഇവിടത്തെ റോഡ് യൂസിനായിട്ട് അല്ലെങ്കിൽ
ട്യൂറിംഗ് ചെയ്യുന്നവർക്ക് സ്റ്റോക്ക് യൂസ് ചെയ്താൽ മതി. BMC-ലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് ഈസി ട്യൂൺ ചെയ്യണവർക്ക് അതിലോട്ട് പോയിട്ട് കാര്യമുള്ളൂ. സ്റ്റോക്ക് എയർ ഫിൽറ്റർ ഓടിക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ്, ഇവിടുത്തെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കില്ല, വേരിയേഷൻ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ പോകുന്ന ടെറൈൻസിനെ ബേസ് ചെയ്തിട്ട് വണ്ടിയുടെ ബ്രീത്തിങ് ഒക്കെ വേരിയേഷൻ വരും. അപ്പം ഇവരിത് ഡിസൈൻ ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഓവർ ഇതെല്ലാം ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ്. ഹൈ ഫ്ലോ ബ്രീത്തിങ് കൂടി എയർ ഫിൽറ്റർ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് യൂസിന് വേണ്ടിയാണ്. അവിടെ ഇതിനകത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എത്തുക, എത്ര ഏറ്റവും കൂടുതൽ ഫസ്റ്റ് എത്തുക, അതൊക്കെയാണ് അവരുടെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. നമുക്കെന്ന് പറയുന്നത് അങ്ങനെയല്ല. നമുക്ക് മെയിൻ്റെനൻസ്, ലൈഫ് കിട്ടണം, നല്ല പവർ പ്രൊഡ്യൂസ് ചെയ്യണം, ഫ്യൂൽ എക്കോണമി, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ചില പയ്യന്മാർക്ക് ഈ പവർ പ്രൊഡ്യൂസ് അങ്ങനെയുള്ള ഇഷ്യൂയും കാര്യങ്ങളൊക്കെ പിഗ് ബാക്ക് വിൽക്കുന്നുണ്ട്. അത് വെക്കുന്നുണ്ടെങ്കിൽ ഒരു 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 30,000 കിലോമീറ്റർ 40,000 കിലോമീറ്റർ താഴെയുള്ള വണ്ടികൾ യൂസ് ചെയ്യുക. അതിന് മുകളിലോട്ട് പോകാൻ നേരത്ത് കംപ്ലൈന്റ് ഇല്ലെങ്കിൽ പോലും സിലിണ്ടർ കിറ്റ് ഹെഡ് എല്ലാം റെഡി ആക്കിയിട്ട് വേണം ചെയ്യാൻ. തേയ്മാനം കൂടുതലിരിക്കുന്നതുകൊണ്ട് ഇതും കൂടെ കയറാൻ നേരത്ത് വണ്ടി കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, അത് പെട്ടെന്ന് പോകും. ഇപ്പൊ സിലിണ്ടർ കിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ 50,000 ഓടിയ വണ്ടിയാണ്. അപ്പൊ അതൊരു പരിധി, അതിന് ഓടും, വേറെ കുഴപ്പമില്ല. അതിനെ കുറച്ചും കൂടെ എക്സ്ട്രാ ജോലി കൊടുക്കാനുള്ളത് അതിന് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഈസി റീമാർക്കിംഗ് അതിനെ പറയുന്നില്ല. അടുത്ത പോയിന്റ് എന്താണ്? അടുത്തത് വണ്ടിയുടെ എഞ്ചിന്റെ പവർ കറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സ്പ്രോക്കറ്റ് കറക്റ്റ് കണ്ടീഷൻ ആയിരിക്കണം, ചെയിന്റെ സ്ലാബ് കറക്റ്റ് ആയിരിക്കണം, ചെയിന്റെ എന്താ പറയാ, ചെയിന്റെ പ്ലേ കറക്റ്റ് ആയിരിക്കണം. ആ ചെയിൻ പ്ലേ തന്നെ സ്റ്റാർട്ട് എന്ന് പറയണം. അടുത്ത കാര്യം വെച്ചാൽ സ്പ്രോക്കറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്ലേ കറക്റ്റ് ആയിരിക്കണം, കറക്റ്റ് ക്ലീൻ ചെയ്ത് ലൂപ്പ് ചെയ്തിരിക്കണം. പിന്നെ ലൂപ്പ് ചെയ്യുന്നൊരു മിക്കവരും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ അല്ലെങ്കിൽ ക്ലീനർ യൂസ് ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്കലും ക്ലീനർ അല്ലെങ്കിൽ കെറോസിനാണ് യൂസ് ചെയ്യുന്നത്. ഇത് വാനിക്കോലി അടിക്കരുത്, ജസ്റ്റ് എല്ലാ ആവശ്യത്തിനേ ആവാം. ഈ ചെയിൻ ലൂപ്പ് ഉൾപ്പെടെ ആവശ്യത്തിന് സ്പ്രേ ആവും. കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉപയോഗമില്ലാതായി പോകും. എസ്പെഷ്യലി ഡീസൽ കൂടുതൽ യൂസ് ചെയ്യാൻ ചെയിൻ്റെ ലൈഫ് കുറയും. നിങ്ങളിപ്പോൾ കുറച്ച് ഇപ്പോൾ ചെയിൻ ലൂപ്പ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല, ലൂപ്പ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ചെയിൻ്റെ പ്ലേ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കുക, അല്ലെങ്കിൽ ചെയിൻ ലൈഫും കിട്ടും. നമ്മൾ കുറച്ച് ഡ്രൈവബിലിറ്റിയിൽ ചെറിയൊരു മോശമാണെന്നുണ്ടെങ്കിൽ പോലും ചെയിൻ്റെ ലൈഫ് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ചെയിൻ കറക്റ്റ് കണ്ടീഷൻ അല്ലെങ്കിലും ചില വണ്ടികൾക്ക് ചില ഒട്ടുമിക്ക ചെയിൻ കറക്റ്റ് കണ്ടീഷൻ അല്ലെങ്കിലും വണ്ടിയുടെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വ്യത്യാസം കാണിക്കും. പിന്നീട് ഇപ്പൊ എന്റെ ഫ്രണ്ടിന്റെ ഒരു വണ്ടിക്ക് പവറിന് ചെറിയ പ്രശ്നമുണ്ട്. അത് ഞാൻ ഇതൊരു ഐഡന്റിഫൈ ചെയ്തില്ല, ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നതാണ്. പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗിയറിലും കട്ട് ഓഫ് സ്പീഡ് അതിന് കുറവാണ്. അവിടെ ഒരാൾ കമന്റ് ചെയ്തതാണ്, പുള്ളിക്ക് തേർഡ് ഗിയർ റൺ ചെയ്യുമ്പോൾ ഒരു 98 പോകണം, പക്ഷെ പുള്ളിക്ക് ഒരു 90 എത്തുമ്പോൾ പ്രശ്നമുണ്ട്. പക്ഷെ ആ ഈ വണ്ടി കൊണ്ടുവരാൻ കൊണ്ടുവന്നില്ല. അപ്പൊ ചെക്ക് ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റും എന്തിന്റെ. ഇപ്പം റീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ മാഗ്നറ്റിക് സൈഡിൽ പിക്കപ്പ് കോയിൽ എന്നുള്ള കോയിൽ വരുന്നുണ്ട്. അപ്പം അത് റീഡ് ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടെങ്കിൽ മേ ബി RPM കയറുന്നുണ്ട്, സ്പീഡ് കുറവാണ്. അതെന്താണെന്ന് നോക്കണം. ഞാൻ ഇതൊരിക്കലും വണ്ടി കിട്ടിയില്ല, ഇത് കൊണ്ടുവന്നാലേ നോക്കിയിട്ട് എനിക്ക് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ചില കംപ്ലൈന്റുകളൊക്കെ നമുക്ക് ഇപ്പം എന്താ പറയാ, ഓരോരോ കംപ്ലൈന്റുകൾ നമ്മൾ ഫേസ് ചെയ്ത് വന്നിട്ടാണ് അടുത്ത സൊല്യൂഷനിലോട്ട് പോകുന്നത്. അപ്പം ഈ ഇതിന്റെ വീഡിയോ കണ്ടിട്ട് തന്നെ കുറച്ച് പേരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ട്. നമ്മൾ ഒരു കംപ്ലൈന്റ് കണ്ടുപിടിച്ച് അതിന് സൊല്യൂഷൻ കിട്ടിയെങ്കിൽ ഓക്കെ. അപ്പൊ പുതിയ കംപ്ലൈന്റ് കണ്ടാൽ എന്താണെന്ന് നോക്കിയാലേ നമുക്ക് അതിന് സൊല്യൂഷൻ പറയാൻ പറ്റും. അപ്പൊ ചില കംപ്ലൈന്റിന് കുറച്ച് ഡിലേ എടുക്കും, കൊണ്ടുവന്ന സ്പോട്ടിൽ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം. അതിപ്പം അത് ചെയ്തതിനു ശേഷം പിന്നെ ഇപ്പം എനിക്ക് റീസെന്റ് ആയിട്ട് RS വന്നായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് സെൽഫ് ഇഷ്യൂ വരുന്നുണ്ട്. റിലേയും കാര്യങ്ങളൊക്കെ ഓൾറെഡി അതിന് പുതിയതാണ്ടിരിക്കണം എല്ലാം. അതായത് സെൽഫിന്റെ റിലേയും ബാക്കിയുള്ള വയറിംഗ് ഇഷ്യൂസ് എല്ലാം ചെക്ക് ചെയ്ത് മീൻസ് വയറിംഗ് കിറ്റ് പൊളിച്ചു വെക്കില്ല, അല്ലാതെ എല്ലാം നോക്കിയപ്പോൾ ഓക്കെ. വണ്ടി ഇങ്ങനെ വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ സെൽഫ് അടിക്കാതെ എടുക്കുന്നില്ല. അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ COT സെൻസറിന്റെ പ്രശ്നമൊന്നും മനസ്സിലായിരുന്നു. അതിന്റെ വയറിന്റെ സോക്കറ്റിൽ ക്ലാവ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വയറിന്റെ സോക്കറ്റിൽ ക്ലാവ് പിടിച്ച് ഈ പഴയ BS3 വണ്ടികളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തോട്ട് കൊടുത്ത് എടുക്കേണ്ടി വരും. COT സെൻസർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അല്ല, അത് വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അപ്പോഴത്തേക്ക് ത്രോട്ട് കൊടുക്കേണ്ടി വരും. അപ്പം ഇത് ക്ലാവ് പിടിച്ചുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വന്നത്. ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ഇലക്ട്രിക് കോൺടാക്ട് സ്പ്രേ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വേണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക, വാസലിൻ വെള്ളം തടവി കൊടുത്തിട്ടോ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി വെള്ളം ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ടോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുഴപ്പമില്ല. അത് ഈ KTM വണ്ടിക്കാണ് കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നത്.
ബജാജ് സ്വിഫ്റ്റിൽ വന്നു ഇത്രയുണ്ട്. അത് എല്ലാ വണ്ടിക്കും വരാൻ ചാൻസ് ഉണ്ട്.